നമ്മളെ ദൃശ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറഞ്ഞിരിക്കുകയാണ്, അത് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെങ്കിലും മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക്. ദൃശ്യം 3 ഇപ്പോൾ സക്സസ്ഫുള്ളി തിയേറ്ററിൽ റണ്ണിങ് ആണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഗിംബലിൻ്റെ അഴിഞ്ഞാട്ടത്തിൻ്റെ 3rd പാർട്ട്, അതും ഇപ്പോൾ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. മറ്റാരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ദൃശ്യം 3-ൽ ജോർജ് കുട്ടിക്ക് എങ്ങനെയാണോ പ്രശ്നങ്ങൾ വന്നേ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഗിംബലിനും ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 വീഡിയോയിലായിട്ട്. അതാണ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 എന്ന് ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. നമ്മളെ ദൃശ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല പറഞ്ഞു വരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റ് ആണ് ഈ ഗിംബൽ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇതിനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് യൂസ് ഉള്ളൊരു സാധനമാണ് എനിക്കിത്. ഡെയിലി യൂസ് ഉണ്ട്, അതാണ് കാര്യം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിന് വരുമല്ലോ. അപ്പം നേരത്തെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഗിംബലിൻ്റെ ഈ ഒരു പ്രശ്നം, ഈ ലെഗിന് വന്നിട്ടുള്ളൊരു പ്രശ്നം. ഇതിങ്ങനെ നമ്മുടെ വർക്കിൻ്റെ സമയത്തൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് എവിടെയെങ്കിലുമൊക്കെ നല്ല ഒരു കോൺഫറൻസോ കാര്യങ്ങളോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് നമ്മളെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കും ആൾക്കാർ. നമ്മളിങ്ങനെ ഗിംബൽ യൂസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ അത് ആൾക്കാരെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കാനും ഒക്കെ ഇടവരും. നമ്മളെ പോകുന്ന വർക്കുകളൊക്കെ അതുപോലത്തെ വർക്കുകളാണ് ഇവിടുത്തെ. ചിലപ്പോൾ മിനിസ്റ്ററിൽ നിന്നുള്ള അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ചിലപ്പോൾ നമ്മളെ വഴക്ക് പറഞ്ഞിരിക്കും, എടാ അത് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം എനിക്ക് റിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിംബലിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അതായത് ഈ ഒരു ലെഗിൻ്റെ ഈ ഒരു ലൂസായിട്ടുള്ള കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ കിടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. നല്ല സൗണ്ടും വരും നമ്മൾ വർക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ വീഡിയോ, ഫസ്റ്റ് പാർട്ട്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ആ വീഡിയോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് കൂടുതലും അതിന് കുറച്ച് റിപ്ലൈകളും കാര്യങ്ങളെല്ലാം കൂടുതലും കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതിന് നിങ്ങൾ ഇന്നത് ചെയ്താൽ മതി, അത് ഓക്കെ ആവും, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് പോസിറ്റീവായിട്ട് തന്നെയുള്ള റിപ്ലൈ ആയിരുന്നു മൊത്തം. അപ്പോൾ ഒരുപാട് ആൾക്കാരത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ലോ ആംഗിളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പോകും, ഒരു പൂവിൻ്റെ കൂട്ട് ഇങ്ങനെ വിടർന്നങ്ങ് പോകും 3ഇടത്തോട്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സംഭവം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നൊരു സമയത്ത് ഇതിങ്ങനെ ഇരിക്കും. അത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. ഇത് എനിക്ക് അഴിച്ചിട്ട് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്തുള്ളൊരു പരിചയവും കുറവാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെങ്കിലും മാറ്റിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ഫെവിക്വിക്ക് വെച്ചിട്ടുള്ളൊരു ഐഡിയ ആദ്യം ഒന്ന് നോക്കാം. അതാവുമ്പം ഗിംബൽ അഴിക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പം കൂടുതൽ വേറെ ആൾക്കാർ ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അടിച്ചിട്ട് അതിനകത്തൊരു വാഷർ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി എനിക്കൊന്ന് എഫക്റ്റീവ് ആയിരിക്കാം. പക്ഷേങ്കിൽ അതിന് ഗിംബൽ അഴിക്കുകയൊക്കെ വേണ്ടുന്നതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാൻ ഈ ഒരു ഇതെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ സംഭവം ഓക്കെ ആയി, ഭയങ്കര നല്ല സ്റ്റിക്കി ആയി സാധനം. അപ്പോൾ ഇത് ഇങ്ങനെ ആവുന്നല്ലോ എന്നുള്ളൊരു ഇത് വന്നു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് വർക്കാണ്, എല്ലാ ദിവസങ്ങളിലും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും യൂസ് ചെയ്തിട്ടും ഈ ഒരു 5 മാസം, അതായത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് ഡിസംബറിലാണ്, നമ്മളിപ്പോൾ ഈ ഒരു ഇത്രയും മാസം യൂസ് ചെയ്തു, 5 മാസത്തോളം നമ്മളിത് യൂസ് ചെയ്തു. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഇത് റഫ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഫോട്ടോയെക്കാളും കൂടുതൽ ഞാൻ വീഡിയോ ആണ് ഇപ്പം എടുക്കുന്നത്. അപ്പം ഇത് ഡെയിലി യൂസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ റഫ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഒരു 5 മാസത്തോളം നമ്മൾ ഈ ഒരു പറയുന്ന ഒരു ഇവിടെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെവിക്വിക്കിന് 200 വിൽസാണ്. നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുന്ന 10-20 അത്രയും രൂപയെ കണ്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വില വെച്ചിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ച് നിർത്തി.
കുറച്ച് നാൾ. പക്ഷേ അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഈ പറയുന്ന പോലെ അടുത്തൊരു പാർട്ടും കൂടെ, അതായത് ദൃശ്യം 4 വരുന്ന പോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു പാർട്ട്, നമ്മുടെ ഗിംബലിൻ്റെ അഴിഞ്ഞാട്ടത്തിൻ്റെ 4ാമത്തെ ഒരു പാർട്ട് കൂടെ വരുന്നതാണ്. ഇനിയും നമ്മൾ ഒരു തവണയും കൂടെ ഞാൻ ഈ ഒരു ഫെവിക്വിക്ക് ഒന്ന് ട്രൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എനിക്കിത് അഴിക്കാൻ വലിയ താല്പര്യമില്ല, അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ ഒന്ന് നോക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം എത്ര നാളും കൂടെ നിൽക്കുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 4ാം പാർട്ട് വരുന്നതാണ്. ഒരു തവണയും കൂടെ നമ്മളിത് പരീക്ഷിക്കുന്നു, എന്നിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വഴി നോക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിലും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് അധികം ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടൊന്നുമില്ല, എങ്കിൽ പോലും കാണുന്നവരൊന്ന് റെസ്പോണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ഇൻസ്പിറേഷനാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.